മിശിഹായെ അന്ന് സ്വീകരിച്ചതുപോലെ എന്നും സ്വീകരിക്കുവാൻ, ആ വിശ്വാസ പാരമ്പര്യം നമ്മുടെ കുടുംബങ്ങളിലും സഭയിലും കൂടുതൽ ജാജ്വല്യമാനമാക്കുവാൻ, ഈ സുവിശേഷത്തിന്റെ ശോഭ അങ്ങ് ലോകത്തിന്റെ അതിർത്തികൾ വരെയും അറിയിക്കുവാനുള്ള നമ്മുടെ ദൗത്യം പൂർത്തിയാക്കാൻ നമ്മൾ പ്രേക്ഷിത വർഷം ആചരിക്കുകയാണ്. ശാന്ത മിഷന്റെ ആരംഭമാണ്, അതിന്റെ ജൂബിലിയാണ്, സുവർണ ജൂബിലി. അതാണ് നമ്മെ ഇതിനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ശാന്ത രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ വിജയാനന്ദ് പിതാവിനെ, വിജയാനന്ദ് നെടുമ്പ്രം CMI പിതാവിനെ ഞാൻ പ്രത്യേകം ഈ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മുടെ ജനപദങ്ങളിലേക്കുള്ള മിഷന്റെ ആരംഭമായിരുന്നു ചാന്തായി. അന്നത്തെ ചാന്താ മിഷൻ ഇന്ന് 2 രൂപതകളാണ്, ചാന്തായും ആദിലാബാദും. ആദിലാബാദിലെ ബിഷപ്പായിരിക്കുന്ന ജോസഫ് കുന്നത്ത് പിതാവിനെയും നമുക്ക് അഭിനന്ദിക്കാം, അവിടുത്തെ ദൈവജനത്തെയും. അദ്ദേഹവും എഴുന്നേറ്റ് നിൽക്കുവാൻ അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു പോയതിന് ശേഷവും ഏത് രൂപതയിലെ മെത്രാന്മാരുടെ പേരിലാണ് ഈ ജൂബിലി തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വലിയ കുറവായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പിതാക്കന്മാരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. മറ്റു സന്ദർഭങ്ങളിൽ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്താറുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും പിതാക്കന്മാർ വന്നതിന്റെ കാരണം എന്താണ്? കാരണം ഇത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രേക്ഷിത വർഷ ആചരണം. അത് നന്നായി തുടങ്ങുവാനും അതുപോലെ തന്നെ അതിന്റെ സന്ദേശം എല്ലാ രൂപതകളിലേക്കും വ്യാപിക്കുവാനും ഇടയായതിൽ പിതാക്കന്മാർക്കെല്ലാം സന്തോഷമാണ്. സിനഡില് ഞങ്ങൾ ഓരോ രൂപതയിലെയും പ്രേക്ഷിത വർഷ ആചരണത്തിന്റെ ആ നിലയും അതിന്റെ വളർച്ചയും എല്ലാം വിലയിരുത്തി. എല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷം തോന്നി. കാരണം ദൈവജനം അത് സഹർഷം സ്വീകരിച്ചിരിക്കുന്നു. വളരെ ഫലപ്രദമായ പരിപാടികളുമായിട്ട് മുന്നേറും. അതിൽ ഈ രൂപതയും ഇരിഞ്ഞാലക്കുട രൂപതയും ഒട്ടും പുറകിലല്ല. പിതാവിന്റെ ആ സ്വാഗത പ്രസംഗത്തിലെ ആവേശം, അതിന്റെ ആ കാതൽ നിങ്ങൾ കേട്ടു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രയധികം പ്രേക്ഷിത ചൈതന്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിൽക്കുന്നുണ്ട് എന്ന്. ഇതാണ് നമുക്ക് ജനപദങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഈ പിതാക്കന്മാരോടൊപ്പം ഇവിടെ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളുടെ ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠത്തിമാരും ഒത്തിരിയേറെ സമർപ്പിതരുമുണ്ട്. അവരുടെ സാന്നിധ്യം, അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം സഭയുടെ പ്രത്യേക സുവിശേഷകരാണ് സന്യസ്തര്, സമർപ്പിതർ. അവരാണ് പിതാക്കന്മാരോടോ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്ന പ്രേക്ഷിതരോടോ ചേർന്ന് പോകുന്നത്. അവരാണ് കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ആദ്യ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതും ചൊല്ലിക്കൊടുക്കേണ്ടതും. അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനത്തെ നാം ഈ സന്ദർഭത്തിൽ കാണുകയാണ്. ഇവിടെ സഭ ഒന്നാകെ സമ്മേളിച്ചിരിക്കുകയാണ്. മേലധ്യക്ഷന്മാര്, വൈദികര്, സമർപ്പിതരായിട്ടുള്ള ബ്രദേഴ്സ്, അതുപോലെ തന്നെ അൽമായ സഹോദരി സഹോദരന്മാര്, എല്ലാവരും നമ്മൾ തോമാശ്ലീഹായുടെ പാദങ്ങളിൽ വന്ന് നമസ്കരിക്കുന്നത് പോലെയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോവുകയാണ്. ഏതായാലും നമ്മുടെ ഈ പ്രേക്ഷിത വർഷത്തിന്റെ ഉദ്ഘാടനം അത് കത്തീഡ്രൽ ദേവാലയങ്ങളിലും നമ്മൾ നടത്തിയെന്ന് വരികിലും സഭാതലത്തില് ഇങ്ങനെ ഒരു ഉദ്ഘാടനവും ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അത് നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടനം മാത്രമല്ല, പ്രേക്ഷിത വർഷ ആചരണം മുഴുവൻ നമുക്ക് രക്ഷാകരവും ലോകത്തിലെ കർത്താവിന്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും രക്ഷാകരവുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷിത വർഷത്തിന്റെ പലതരത്തിലുള്ള ഉദ്ഘാടനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഉദ്ഘാടന സമ്മേളനം ഞാൻ നിർവഹിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.